വചനസാരം വചനസാരം. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, സുവിശേഷത്തിൽ ക്രൈസ്തവികതയുടെ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യങ്ങളിലൊന്നിനെ കുറിച്ചാണ് പറയുന്നത്. ക്രൈസ്തവീയത ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് സാഹോദര്യമായിരുന്നു. നമ്മൾ ഏകപിതാവിന്റെ മക്കളാണെന്നും പരസ്പരം സഹോദരരാണെന്നും വിശ്വലോകത്തെ പഠിപ്പിക്കുകയാണ്. ആ പഠിപ്പിക്കലിന്റെ ഒരു പ്രാവർത്തിക പദമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നത്. ദ അതർ വൺ ഈസ് ഹെൽ എന്ന കൺസെപ്റ്റിൽ നിന്ന് ദ അതർ വൺ ഈസ് മേക്കിംഗ് മൈ ഹെവൻ മോർ ബ്യൂട്ടിഫുൾ എന്നൊരു ചിന്തയിലേക്ക് കടന്നു വരാനായിട്ട് ക്രിസ്തു നമ്മളെ ക്ഷണിക്കുകയാണ്. ഇവിടെ നരകമാണ് എന്നുള്ള ചിന്തയിൽ അവനെ മാറ്റി നിർത്താതെ എന്റെ ജീവിതത്തിന്റെ സ്വർഗത്തെ കുറേം കൂടി മനോഹരമാക്കുന്നതാണ് എന്റെ സഹോദരൻ എന്നുള്ള ബോധ്യത്തിലേക്ക് കടന്നു വരാം. സഹോദരന്റെ വീഴ്ചകളെ മനസ്സിലാക്കാനും അത് തിരുത്താനായിട്ട് അവനെ സഹായിക്കാനും ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളും അവനും നിങ്ങളുടെ ഇടയിലെ സ്വർഗത്തെ കുറേം കൂടി മനോഹരമാക്കുകയാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് ചോദിക്കുന്നത് എന്തും എന്റെ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് തരുമെന്നുള്ളത്. സാഹോദര്യത്തിലെ ആ പിതൃത്വം കാണിക്കുന്ന ബഹുമാനത്തെ അത് ഓർമ്മിപ്പിക്കുന്നത്. തുടർന്ന് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിന് മധ്യേ ഞാൻ ഉണ്ടായിരിക്കുമെന്നുള്ളത്. തീർച്ചയായും സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ മധ്യത്തില് ക്രിസ്തുവിന്റെ സാന്നിധ്യം കുറേം കൂടി നമുക്ക് വ്യക്തമാകുമെന്നുള്ളതാണ്. അപ്പോ ഈ ഒരു സുവിശേഷം സാഹോദര്യത്തിന്റെ ക്ഷമയുടെയും സാഹോദര്യത്തിന്റെ ഐക്യത്തിന്റെയും ഒരടയാളമായിട്ടാണ് സുവിശേഷം നോക്കുക. ക്രൈസ്തവീയത ലോകത്തിന് സമ്മാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ജീവിതത്തിലൂടെയും ക്രിസ്തുവിന്റെ ഈ ഒരു വലിയ സാക്ഷ്യത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ കുറവുകളിൽ അവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് വീണ്ടും അവരെ സ്വർഗത്തിന് യോഗ്യരാക്കി തീർക്കുന്നവരാക്കുവാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മുടെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനസാരം വചനസാരം.